Hello everyone. അപ്പോൾ നമുക്ക് ഇന്ന് ജനറേറ്റേഴ്സിന്റെ പ്രോബ്ലംസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഫോർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ, സീരീസ് മോട്ടോർ, ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ട്രാൻസ്ഫോമർ. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിക്കുന്നതാണ്? ജനറേറ്ററിനെയാണ് അല്ലേ. സോ ദ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, ജനറേറ്റർ. ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് തരുന്നത്? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണല്ലേ. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അതാണ് നമുക്ക് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ തരുന്നത്. അപ്പം മോട്ടറിലാണെങ്കിൽ അത് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ജനറേറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഒരു സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ പോൾ ഷൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ പോൾ ഷൂ ഓഫ് എ ഡി സി സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പോൾ നമുക്ക് പോൾ ഷൂസ് ആലോചിക്കുക. പോൾ ഷൂ അല്ലെങ്കിൽ പോൾസ് എന്താ നമുക്ക് തരുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. സോഫ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീൽ, കാസ്റ്റ് അയൺ ആൻഡ് റെസിജ്വൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താണ്? ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എന്ത് വേണം? ആ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? റെസിജ്വൽ മാഗ്നറ്റിസം വേണം അല്ലേ. അപ്പോൾ പോൾ ഷൂ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കേണ്ടത്? അതിനകത്തൊരു റെസിജ്വൽ മാഗ്നറ്റിസം പ്രസൻറ്റ് ആയിരിക്കണം. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, റെസിജ്വൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, റെസിജ്വൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. കാരണം ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിൽ വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രൈറ്റീരിയൻ ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ. റെസിജ്വൽ മാഗ്നറ്റിസം വേണം, അതേപോലെ നമ്മുടെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ കാട്ടിലും കൂടരുത് റെസിസ്റ്റൻസ്, ക്രിട്ടിക്കൽ സ്പീഡിനെയും കാട്ടിലും കുറയരുത്. ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ ഫോർ വോൾട്ടേജ് ബിൽഡപ്പ് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, റെസിജ്വൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഒരു ആർമേച്ചർ വൈൻഡിംഗ് ഉണ്ട് ഡി സി മെഷീനിൽ. ദ നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഇസ് ഈക്വൽ ടു. എന്ത് നമ്പറിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനാണോ, നമ്പർ ഓഫ് കോയിൽ സൈഡ്സിനാണോ, നമ്പർ ഓഫ് കോയിൽസിനാണോ, നമ്പർ ഓഫ് ടേൺസിനാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡിങ് ലാപ്പും വേവും പഠിച്ച് വൈൻഡിങ് ഡയഗ്രാം പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയതാണ്. നമ്മളൊരു കോയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇതാണ് അടുത്ത കോയിൽ എന്ന് വിചാരിക്കുക. സോ എവ്രി കോയിൽ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ദ നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോയിൽസ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, കോയിൽസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഇത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് കോയിൽസ് എന്നും പറയണ്ടാവില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് കണ്ടക്ടറിൻ്റെ, നമുക്കൊരു ഇ എം എഫ് ജനറേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സെഡിൻ്റെ വാല്യൂ വേണം അല്ലേ. അപ്പോൾ ഈ സെഡിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ടാവും ഇത്ര നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ആണെന്ന് പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എത്ര കോയിൽസ് ആയിരിക്കും? 4 കോയിൽസ് ഉണ്ടായിരിക്കും. 4 കോയിൽസ് എന്ന് പറയുമ്പോൾ എത്ര ടേൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സിംഗിൾ ടേൺ ആണോ, മൾട്ടി ടേൺ ആണോ, എങ്ങനെ ആ ഒരു എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ അതിന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? കണ്ടക്ടറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർക്കുക, നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? എപ്പോഴും നമ്പർ ഓഫ് കോയിൽസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, നമ്പർ ഓഫ് കോയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, in a DC generator which part is going to convert AC to DC? DC ജനറേറ്ററിൽ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, ബ്രഷ് ഉണ്ട്, ഫീൽഡ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്. ഏതാണ് എ സിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു നമ്മുടെ ജനറേറ്ററിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? എങ്ങനത്തെ വോൾട്ടേജാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എ സി വോൾട്ടേജാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ എ സി വോൾട്ടേജിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, കമ്മ്യൂട്ടേറ്റർ. Okay, commutator converts. Commutator function എന്താണ്? It is a mechanical rectifier which converts the AC induced voltage into DC. Okay, it is a mechanical rectifier. Okay, so the next question is, ഒരു വേവ് വൈൻഡിങ്ങിൽ എത്ര പാരലൽ പാത്ത് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്
എത്ര പോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പി നമ്പർ ഓഫ് പോൾസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡയറക്റ്റ് ആണ് ഹൗ മെനി പാരലൽ പാത്ത് ആർ ദേർ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേവ് വൈൻഡിങ് ആണെങ്കിൽ എത്രയായിരിക്കും നമ്പർ ഓഫ് പാരലൽ പാത്ത്? ഓൾവേസ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് എ ഇസ് ഈക്വൽ ടു 2 ഇൻ ദ കേസ് ഓഫ് വേവ് വൈൻഡിങ്. ഓക്കെ, ഇത് സിംപ്ലെക്സ് വേവിൻ്റെ കേസാണ്. ഇനി മൾട്ടിപ്ലെക്സ് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? എ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു എം, വെർ എം ഇസ് ദ മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് മൾട്ടിപ്ലിസിറ്റിനെ കുറിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ട് നമ്പർ ഓഫ് പാരലൽ പാത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഡ്യൂപ്ലെക്സ് വൈൻഡിങ് അല്ലെങ്കിൽ ട്രിപ്ലെക്സ് വൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ ഓപ്ഷൻ ബി 2. ഓക്കെ, സോ ഇഫ് ലാപ്പിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ലാപ്പിൽ എത്രയാണ് പാരലൽ പാത്ത് വരിക? എത്രയാണ് നമ്പർ ഓഫ് പോൾസ് അത്രയായിരിക്കും പാരലൽ പാത്ത് വരിക. വേവിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 2 ഇൻ ദ കേസ് ഓഫ് സിംപ്ലെക്സ് വൈൻഡിങ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഇൻ്റർപോൾസ് ഇൻ എ ഡി സി ജനറേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻ്റർപോൾസിൻ്റെ ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? ഇൻ്റർപോൾസ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർപോൾസ് എന്ന് പറയുമ്പോൾ? ഇൻ്റർപോൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ പോൾസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇൻ്റർപോളാർ ഏരിയയിൽ നമ്മൾ വെക്കുന്ന സ്മോൾ പോൾസിനാണ് ഇൻ്റർപോൾസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ പഠിച്ചത് കമ്മ്യൂട്ടേഷൻ പഠിച്ചപ്പോഴാണ് അല്ലേ? കമ്മ്യൂട്ടേഷൻ്റെ പ്രാക്ടിക്കൽ കമ്മ്യൂട്ടേഷനിൽ വരുന്ന നോൺ ഐഡിയലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർപോൾസ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. ഇൻ്റർപോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കാം. ടു ഗെറ്റ് ലാർജ് വോൾട്ടേജ്, ടു ഗെറ്റ് ലാർജ് കറണ്ട്, ടു ലിമിറ്റ് ദ റണ്ണിങ് കറണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുന്ന ആൻസർ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കിയിട്ട് ആൻസർ എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റർപോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ സ്മോൾ പോൾസ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ ഇന്റർപോളാർ ആക്സിസ്. ഓക്കെ, ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, the line representing the critical resistance of a DC generator dash its OCC. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇതാണ് നമ്മുടെ OCC എന്ന് വിചാരിക്കുക. OCC എന്ന് പറയുമ്പോൾ E വേഴ്സസ് IF ആണ്, അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ് വേഴ്സസ് ഫീൽഡ് കറണ്ട് ആണ്. ദ ലൈൻ റെപ്രസെൻറ്റിംഗ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ഈ OCCയും എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? എന്താണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്? നമ്മുടെ ഫീൽഡ് റെസിസ്റ്റൻസ്, മാക്സിമം വാല്യൂ ഫീൽഡ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അതിലും വലുതായിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് സംഭവിക്കില്ല? നമ്മുടെ മെഷീനിൽ ഒരിക്കലും വോൾട്ടേജ് ബിൽഡപ്പ് ഹാപ്പൻ ചെയ്യില്ല. ഓക്കെ, സോ ദ ലൈൻ റെപ്രസെൻറ്റിംഗ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൻ്റെ ലൈൻ ഇങ്ങനെ ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വിൽ ബി ടാൻജൻഷ്യൽ ടു OCC. വെരി ഇമ്പോർട്ടൻറ്റ്. OCCൻ്റെ ടാൻജൻ്റ് ആണ് എപ്പോഴും എന്ത്? ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ഫീൽഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അതിന് മേലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഫീൽഡ് റെസിസ്റ്റൻസ് ഇങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ഇസ് R1, ഈ പോയിന്റിലായിരിക്കും നമ്മുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ വോൾട്ടേജിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ഇത് R2 ആണ്, ഇവിടെ ആയിരിക്കും നമ്മുടെ വോൾട്ടേജ് മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇതായിരിക്കും. പിന്നെയും നമ്മൾ കൂട്ടുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരിക ചെയ്യുന്നത് അല്ലേ? അപ്പം വെൻ ഇറ്റ് ജസ്റ്റ് ടച്ചസ്, ടാൻജൻഷ്യൽ ആവുന്ന സമയത്തും ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്നും കൂടി നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ്, ഇൻക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ് പോകുന്നത്. R1, R2 ഇസ് ഗ്രേറ്റർ ദാൻ R1, RC ഗ്രേറ്റർ ദാൻ R2, പിന്നെ ഇനി RC ഡാഷ്, വെർ RC ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ R ഡാഷ് എന്നതാണ്, വെർ R ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ RC. ഓക്കെ, വാട്ട് ഹാപ്പൻസ്? നമ്മുടെ മെഷീൻ പിന്നെ ഒരിക്കലും വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. ഓക്കെ, സോ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും OCCക്ക് ടാൻജൻഷ്യൽ ആയിരിക്കും. സോ വാട്ട് ആർ ദ ഓപ്ഷൻസ്? ഇൻ്റർസെക്റ്റ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ലൈൻ എപ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡസ് നോട്ട് ഇൻ്റർസെക്റ്റ്, ജസ്റ്റ് ടച്ചസ്, റൺ പാരലൽ ടു ഇറ്റ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ജസ്റ്റ് ടച്ചസ്, ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ ടു നമ്മുടെ tangential to OCC. So the correct answer is option C, just touches. Okay, so the next question,
റിയാക്റ്റൻസ് വോൾട്ടേജ് ഇൻ ഡി സി മെഷീൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്താണ് റിയാക്റ്റൻസ് വോൾട്ടേജ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ വോൾട്ടേജ്, ഡീമാഗ്നറ്റൈസിങ് ഫ്ലക്സ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ നമുക്കറിയണം എന്താണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. റിയാക്റ്റൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു, കമ്മ്യൂട്ടേഷൻ പഠിച്ചപ്പോഴാണ് റിയാക്റ്റൻസ് വോൾട്ടേജ് പഠിച്ചതല്ലേ. അതായത് നമ്മുടെ മെഷീനിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആർമേച്ചർ കറണ്ട്. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കറണ്ട് റിവേഴ്സൽ ചെയ്യാണല്ലേ. അതായത് ഇതാണ് കറണ്ടിൻ്റെ വാല്യൂ ഐ എങ്കിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ ഇതാണ് നമ്മുടെ ആക്സിസ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞൊരു കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ഐ എ. ഈ കറണ്ടിന് എന്താ സംഭവിക്കുന്നത്? ഈ കറണ്ട് റിവേഴ്സ് ചെയ്യാണല്ലേ. മൈനസ് ഐ ആവണം പെർട്ടിക്കുലർ കോയിലുള്ള കറണ്ട്. സോ ഐ എ ബിക്കംസ് മൈനസ് ഐ എ. ദിസ് ഇസ് മൈനസ് ഐ എ ആൻഡ് ദിസ് ടൈം ഫോർ ദ റിവേഴ്സൽ ഓഫ് ദ കറണ്ട്. ഈ ടൈമിനെ നമ്മൾ എന്ത് വിളിക്കും? ദിസ് ടൈം ഇസ് നോൺ ആസ് കമ്മ്യൂട്ടേഷൻ ടൈം ടി സി. ഈ കമ്മ്യൂട്ടേഷൻ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ഐ എന്ന് പറഞ്ഞ കറണ്ട് മൈനസ് ഐ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ കോയിലിനകത്ത് കറണ്ട് ചേഞ്ച് അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂവിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ് അല്ലേ. സോ വെനെവർ കറണ്ട് ചേഞ്ചസ്, ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂലേ. അപ്പം നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും. Okay, L into di by dt, and this voltage is known as reactance voltage. ഈ reactance voltage ആണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ. പ്രാക്ടിക്കലി സംഭവിക്കും. നമുക്ക് ഒരിക്കലും കമ്മ്യൂട്ടേഷൻ ഇങ്ങനെയല്ല ഹാപ്പൻ ചെയ്യുന്നത്. ഇതൊരു ഐഡിയൽ കേസാണ്. അതായത് കംപ്ലീറ്റ് റിവേഴ്സൽ ഹാപ്പൻ ചെയ്യുന്ന ഒരു ഐഡിയൽ കേസാണ്. പക്ഷേ ഇങ്ങനൊരു കറണ്ട് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഒപ്പോസിങ് വോൾട്ടേജ് അവിടെ ജനറേറ്റ് ചെയ്യും അല്ലേ. കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ ആ റിവേഴ്സ് ചെയ്യുന്ന കറണ്ടിനെ റിവേഴ്സലിനെ ഒപ്പോസ് ചെയ്യാൻ ഒരു വോൾട്ടേജ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജാണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. ഈ വോൾട്ടേജിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നള്ളിഫൈ ചെയ്ത് കളയേണ്ടത്. ഓക്കെ, ഒപ്പോസ് ചെയ്ത് കളയേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. സോ റിയാക്റ്റൻസ് വോൾട്ടേജ് നോക്കുക. എങ്ങനെയാണ് റിയാക്റ്റൻസ് വോൾട്ടേജ് ഉണ്ടാവുന്നത്? റിയാക്റ്റൻസ് വോൾട്ടേജിൻ്റെ റീസൺ ഇസ് ഡി ഐ ബൈ ഡി ടി. കറണ്ട് റിവേഴ്സൽ, കറണ്ട് ചേഞ്ച് ആണ് അല്ലേ. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ആർമേച്ചർ കറണ്ടാണ്. ആർമേച്ചറിലുള്ള കറണ്ടാണ് ഈ പറഞ്ഞ പോലെ ഐ എ എന്നുള്ള കറണ്ടാണ് മൈനസ് ഐ എ ആവുന്നത്. സോ ദ ആക്ച്വൽ റീസൺ ഫോർ ദിസ് റിയാക്റ്റൻസ് വോൾട്ടേജ് ഇസ് വാട്ട്? ഇറ്റ് ഇസ് ദ ആർമേച്ചർ കറണ്ട്. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ആർമേച്ചർ കറണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർമേച്ചർ കറണ്ട്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ആർമേച്ചർ കറണ്ട്. ഓക്കെ ഓക്കെ stray losses of a DC machine is the sum of. അപ്പോൾ നമ്മൾ ലോസസ് ഇൻ ഡി സി മെഷീൻ നോക്കി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് ലോസ് ആൻഡ് കോപ്പർ ലോസ് ആൻഡ് കോർ ലോസ്, കോൺസ്റ്റൻറ്റ് ലോസ് ആൻഡ് മെക്കാനിക്കൽ ലോസ്, മാഗ്നറ്റിക് ലോസ് ആൻഡ് മെക്കാനിക്കൽ ലോസ്. ഓക്കെ, വാട്ട് ഇസ് സ്ട്രേ ലോസ്? സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഒരു മെഷീൻ്റെ? എന്തായാലും കോപ്പർ ലോസ് വരില്ല. കാരണം കോപ്പർ ലോസും കോൺസ്റ്റൻറ്റ് ലോസും അങ്ങനെ രണ്ട് തരത്തിൽ. കോൺസ്റ്റൻറ്റ് ലോസ്, വേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീനിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. രണ്ട് ടൈപ്പ് ഓഫ് ലോസസ് ഒരു മെഷീനിൽ ഉണ്ടാകുന്നത് കോൺസ്റ്റൻറ്റ് ലോസും പിന്നെ വേരിയബിൾ ലോസ്. ആ വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആർമേച്ചർ കോപ്പർ ലോസാണ്. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റ് ലോസിൽ എന്തൊക്കെയാണ് വരുന്നത്? കോൺസ്റ്റൻറ്റ് ലോസിൽ അയൺ ലോസ് പഠിച്ചു നമ്മൾ, മെക്കാനിക്കൽ ലോസ് പഠിച്ചു നമ്മൾ, പിന്നെ ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസും പഠിച്ചു അല്ലേ. അപ്പം സ്ട്രേ ലോസ് എന്ന് പറയുമ്പം എന്താണ്? ഈ സ്ട്രേ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മാഗ്നറ്റിക് ലോസസ് പ്ലസ് മെക്കാനിക്കൽ ലോസസ്. മാഗ്നറ്റിക് പ്ലസ് മെക്കാനിക്കൽ ലോസസ്. എന്താണ് ഈ മാഗ്നറ്റിക് ലോസിൽ വരുന്ന കാര്യങ്ങൾ? മാഗ്നറ്റിക് ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്നത് അയൺ ലോസസ് ആണ് അല്ലേ. അയൺ ലോസ് ആണ് നമ്മുടെ ഹിസ്റ്ററിസിസ്, എഡി കറന്റ് ലോസസ് ഒക്കെയാണ് ഈ മാഗ്നറ്റിക് ലോസസ് ആയിട്ട് വരുന്നത്. പിന്നെ മെക്കാനിക്കൽ ലോസസ് ആയിട്ട് വരുന്നത് എന്താണ്? ഫ്രിക്ഷൻ ലോസ്, വിൻഡേജ് ലോസ് ഒക്കെയാണ് മെക്കാനിക്കൽ റൊട്ടേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ലോസസ് ആയിട്ട് വരുന്നത്. സോ സ്ട്രേ ലോസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോസിൻ്റെയും മെക്കാനിക്കൽ ലോസിൻ്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രേ ലോസ് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രേ ലോസിൻ്റെ കൂട്ടത്തിൽ ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസും കൂടെ വരുമ്പോഴാണ് അത് കോൺസ്റ്റൻറ്റ് ലോസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a long shunt compound generator, shunt field is connected in parallel with. Long shunt ആണ്. രണ്ട് ടൈപ്പ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ഉണ്ട്. ലോങ് ഷണ്ട് ഉണ്ട്, ഷോർട്ട് ഷണ്ട് ഉണ്ട്. അപ്പോൾ ലോങ് ഷണ്ടിൽ നമ്മുടെ ഷണ്ട് വൈൻഡിങ് എന്ന് പറയുന്നത് എന്തിന് പാരലായിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ആർമേച്ചർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും രണ്ടും ഉണ്ട്. അപ്പം സീരീസ് ഫീൽഡാണ്. ഇനി
ഇനി ലോങ് ഷണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലോങ് ഷണ്ട് ആണെങ്കിൽ ആർമേച്ചറിൻ്റെയും സീരീസ് ഫീൽഡിൻ്റെയും ആർമേച്ചറിൻ്റെയും സീരീസ് കോമ്പിനേഷനാണ്. അതിന് പാരലായിട്ടാണ് ആര് വരുന്നത്, ഷണ്ട് ഫീൽഡ് വരുന്നത്. ഇപ്പോൾ ഓപ്ഷൻസിൽ ആർമേച്ചർ ഉണ്ട്, സീരീസ് ഫീൽഡ് ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഓഫ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് ഉണ്ട്, സീരീസ് കോമ്പിനേഷൻ ഓഫ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ എയും ഡിയും തമ്മിലാണ്. ഓപ്ഷൻ ഡിയിൽ ആർമേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആർമേച്ചർ എവിടെയാണ് വരിക? ആർമേച്ചറിന് മാത്രമായിട്ട് ഷണ്ട് വരുന്ന കേസ് എന്താണ്? അത് ഷോർട്ട് ഷണ്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയല്ല ഷണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആർമേച്ചർ. ആർമേച്ചറിന് മാത്രം പാരലായിട്ടാണ് ഷണ്ട് വൈൻഡിങ് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് സീരീസ് വൈൻഡിങ് വരുന്നതെങ്കിൽ ഇതെന്താണ്? ഇത് ഷോർട്ട് ഷണ്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലോങ് ഷണ്ടാണ്. സോ ദ ആൻസർ ഇസ് വാട്ട്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സീരീസ് കോമ്പിനേഷൻ ഓഫ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാച്ചുറേഷൻ ക്യാര എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഡ് സാച്ചുറേഷൻ ക്യാര. അപ്പോൾ ലോഡ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ലോഡ് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് എന്തായാലും എക്സ്റ്റേണൽ വോൾട്ടേജ് ആയിരിക്കും എന്നൊരു അസംഷൻ എടുക്കുക. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇത്? ലോഡ് സാച്ചുറേഷൻ ക്യാര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജിനായിരിക്കും സൂചിപ്പിക്കേണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെർമിനൽ വോൾട്ടേജ് വി എന്ന് നമ്മുടെ മനസ്സിൽ വരിക. നെക്സ്റ്റ് സാച്ചുറേഷൻ ക്യാരയാണ്. നമുക്ക് ഈ ലോഡ് വോൾട്ടേജിന് പ്ലോട്ട് ചെയ്യുന്ന ക്യാരയാണ് നമ്മൾ എക്സ്റ്റേണൽ ക്യാര എന്നാണ് വിളിക്കുന്നത് അല്ലേ. ലോഡ് വോൾട്ടേജും കറണ്ടും കൂടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോഡ് സാച്ചുറേഷൻ ക്യാരയാണ്. സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് ആവുന്ന ഒരു മെഷീനിൽ? ഫ്ലക്സ് ആണ് സാച്ചുറേറ്റഡ് ആവുന്നത് അല്ലേ. അപ്പോൾ ഫീൽഡാണ് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡ് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ക്യാരനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്ന് അറിയോ? ലോഡ് സാച്ചുറേഷൻ ക്യാര എന്ന് വിളിക്കുന്നത്. ഓക്കെ, വി വേഴ്സസ് IF, ഇതാണ് നമ്മുടെ ലോഡ് സാച്ചുറേഷൻ ക്യാര. ഡിഫറൻസ് ആലോചിക്കുക. വി വേഴ്സസ് IL ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണൽ ക്യാര എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് സാച്ചുറേഷൻ ക്യാര വരുന്നത് ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വേഴ്സസ് ഫീൽഡ് കറണ്ട് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? OCC ഓഫ് എ DC ജനറേറ്റർ ഇസ് ഓൾസോ കോൾഡ് its ഡാഷ് ക്യാരക്ടറിസ്റ്റിക്സ്. OCCനെ വേറെ എന്തൊക്കെ പേരിട്ട് നമുക്ക് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ OCC പഠിച്ചപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുകൾ OCCക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ സർക്യൂട്ട് ക്യാര അല്ലെങ്കിൽ OCC എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്കതിനെ നോ ലോഡ് സാച്ചുറേഷൻ ക്യാര എന്ന് വിളിക്കാം, അതും അല്ലെങ്കിൽ നമുക്കതിനെ മാഗ്നറ്റിക് ക്യാര എന്ന് വിളിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇന്റേണൽ, എക്സ്റ്റേണൽ, പെർഫോമൻസ്, മാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ ക്യാര എന്ന് പറയുന്നത് ജനറേറ്റഡ് വോൾട്ടേജ് വേഴ്സസ് എന്താണ്? കറണ്ടാണ്. അതേപോലെ നമ്മുടെ എക്സ്റ്റേണൽ ക്യാര എന്ന് പറയുമ്പോൾ വി വേഴ്സസ് കറണ്ടാണ്, ടെർമിനൽ വോൾട്ടേജ് വേഴ്സസ് ലോഡ് കറണ്ടാണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, മാഗ്നറ്റിക് ക്യാര. OCCയുടെ വേറൊരു പേരാണ് മാഗ്നറ്റിക് ക്യാര, OCC. അതും അല്ലെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം? നോ ലോഡ് സാച്ചുറേഷൻ ക്യാര. നോ ലോഡ് വോൾട്ടേജ് ആണല്ലേ. നോ ലോഡ് വോൾട്ടേജ് വേഴ്സസ് ഫീൽഡിനാണ് നമ്മൾ നോ ലോഡ് സാച്ചുറേഷൻ ക്യാര എന്ന് വിളിക്കുന്നത്. ലോഡ് സാച്ചുറേഷൻ ക്യാര എന്ന് പറയുമ്പോൾ ലോഡ് വേഴ്സസ് ഫീൽഡ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DC generator critical resistance refers to the resistance of dash. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ റെസിസ്റ്റൻസിനാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ബ്രഷ് ഉണ്ട്, ലോഡ്, ആർമേച്ചർ, ഫീൽഡ്. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ബിയും ഡിയും തമ്മിലാണ്. ഏത് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ആർമേച്ചർ റെസിസ്റ്റൻസ് ആണോ ഫീൽഡ് റെസിസ്റ്റൻസ് ആണോ? ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഓൾവേസ് ദ ഫീൽഡ് റെസിസ്റ്റൻസ്. ഓക്കെ, it is always the field resistance. It is a maximum value of field resistance above which generator will not build up voltage. അപ്പോൾ മാക്സിമം വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽഡ് റെസിസ്റ്റൻസ്, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് ഫീൽഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഫീൽഡ്. Okay, so next question, in a DC generator lap winding is used for. ലാപ്പ് വൈൻഡിങ് എങ്ങനത്തെ മെഷീനിലാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ലോ വോൾട്ടേജ് ലോ കറണ്ട്, ലോ വോൾട്ടേജ് ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ് ലോ കറണ്ട്. ആലോചിക്കുക, നമുക്ക് ലാപ്പ് എന്ന് പറയുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു ആർമേച്ചർ കറണ്ട് ഐനെ നമ്മൾ പല പാരലൽ പാത്താക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് പാരലൽ പാത്ത്, n നമ്പർ ഓഫ് പാരലൽ പാത്ത് അല്ലെങ്കിൽ p നമ്പർ ഓഫ് പാരലൽ പാത്തിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, എല്ലാവരെയും കറണ്ട് എന്താ സംഭവിക്കുന്നത്? IA by P
എത്ര പാരലൽ പാത്ത് ഉണ്ടോ അത്രയും പാരലൽ പാത്തിലേക്ക് നമ്മുടെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ലാപ്പ് വൈൻഡിങ്. സോ ഓൾവേസ് ലാപ്പ് വൈൻഡിങ് ഇസ് പ്രിഫേർഡ് ഫോർ high current and low voltage machines. Okay, lap winding is preferred for high current and low voltage machine. നേരെ wave winding ആണെങ്കിലോ wave winding ആകുമ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ലോ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജിലായിരിക്കും വേവ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ EMF ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ലാപ്പിൻ്റെ കേസിൽ E is equal to Zn5/60 into P/A ആണ്. ഇവിടെ എന്തായിരിക്കും? A is equal to P അല്ലേ? വേവ് വൈൻഡിങ്ങിലാണെങ്കിലോ വേവിലാണെങ്കിൽ Zn5/60 into P/2 ആണ്. ഇവിടെ എന്താണ്? P/A ആണ് അല്ലെങ്കിൽ P/P ആണ്. ഓക്കെ, സോ ഏറ്റവും മിനിമം വാല്യൂ ഓഫ് എ ആണ് 2 അല്ലെങ്കിൽ ഇവിടെ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ എയുടെ മിനിമം വാല്യൂ ആണ് 2. എപ്പോഴും 2നും കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഏതിലായിരിക്കും കുറവ്? ലാപ്പിലായിരിക്കും. വേവിൽ നമുക്ക് comparing to lap voltage in the value കൂടുതലായിരിക്കും. Okay, so wave winding is preferred for high voltage low current machine and lap is preferred for high current and low voltage machine. So the answer is option B. Option B, high current and low voltage machine. Okay, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ആർമേച്ചർ കോർ. ആർമേച്ചർ കോർ എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് ചോദിച്ചത് കോപ്പർ ആണോ, സിലിക്കൺ സ്റ്റീലാണോ, അലൂമിനിയം ആണോ, കാസ്റ്റ് അയൺ ആണോ, എന്തിനെ കൊണ്ടാണ് നമ്മുടെ ആർമേച്ചറിൻ്റെ കോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, ആലോചിക്കുക, സിലിക്കൺ സ്റ്റീൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹിസ്റ്റെറിസിസ് ലോസിന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിക്കൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് ലോസ് മിനിമൈസ് ചെയ്യാൻ. ഇവിടെ ആർമേച്ചർ കോറിലാണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്റെറിസിസ് എഡ്ഡി കറണ്ട് ലോസസ് ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആർമേച്ചറിൻ്റെ കോർ എപ്പോഴും ലോ ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യൻ്റ് ഉള്ള സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീരീസ് ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബാറ്ററി ചാർജിങ്, ട്രെയിൻ ലൈറ്റിംഗ്, ബൂസ്റ്റേഴ്സ് ഇൻ DC ട്രാൻസ്മിഷൻ ലൈൻ, DC വെൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരീസ് ജനറേറ്റർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ബൂസ്റ്റേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ സി, ബൂസ്റ്റേഴ്സ്. ബൂസ്റ്റേഴ്സ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. ബൂസ്റ്റേഴ്സ് ഇൻ DC ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, സോ സീരീസ് ജനറേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻ ഇത് തന്നെയാണ്, DC സീരീസ് ജനറേറ്ററിന്. അതേപോലെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ബാറ്ററി ചാർജിങ്. ബാറ്ററി ചാർജിങ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആപ്ലിക്കേഷനാണ്? നമുക്കൊരു ബാറ്ററീനെ ചാർജ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലാണ് നമ്മളതിനെ ചാർജ് ചെയ്യുക അല്ലേ? അപ്പോൾ എന്തായാലും സീരീസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഒരു ക്യാരി അല്ല കിട്ടുക. സീരീസ് ജനറേറ്റർ ആവുന്ന സമയത്ത് അതിൻ്റെ ക്യാരി എങ്ങനെ ഉണ്ടാവുക? അതിൻ്റെ ക്യാരി ഇങ്ങനെ റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് ഉണ്ടാവുക, V വേഴ്സസ് I നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ. കാരണം അവിടെ ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും സെയിം ആണ് അല്ലേ? ലോഡ് കറണ്ടും ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും സെയിം ആണ്. കാരണം സീരീസും നമ്മുടെ സീരീസ് ഫീൽഡാണ്, ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഫീൽഡ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും ലോഡ് കറണ്ടും സെയിം ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ ലോഡ് കൂടുന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഫീൽഡ് കറണ്ട് കൂടുക അല്ലെങ്കിൽ നമ്മുടെ ആർമേച്ചർ കറണ്ട് കൂടുക. അപ്പോൾ നോ ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് തന്നെ നമുക്ക് ഫീൽഡ് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫീൽഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ റെസിജ്വൽ ആയിട്ടുള്ള ഫീൽഡ് അല്ലാണ്ട് നമുക്കൊരു ഫീൽഡ് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫീൽഡ് കൂടുന്നത്. അതോടൊപ്പം നമ്മുടെ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു റൈസിങ് ക്യാരിയാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ മെഷീനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മുടെ സീരീസ് ജനറേറ്ററിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ബൂസ്റ്റേഴ്സിലാണ് മെയിനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡമ്മി കോയിൽസ് എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡമ്മി കോയിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് വൈൻഡിങ്ങിലാണ്? വേവ് വൈൻഡിങ്ങിലാണ് നമ്മൾ ഡമ്മി കോയിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, മെക്കാനിക്കൽ ബാലൻസ്. മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഡമ്മി കോയിൽസ് പ്ലേസ് ചെയ്യുന്നത്. അതും നമ്മൾ വേവ് വൈൻഡിങ്ങിലാണ് ഡമ്മി കോയിൽസ് പ്ലേസ് ചെയ്യുക, ലാപ്പിലല്ല, വേവിലാണ് നമ്മൾ ഡമ്മി കോയിൽസ് പ്ലേസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DC
വെൽഡിങ്ങിൽ അല്ലെങ്കിൽ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഏത് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത്? DC വെൽഡിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററാണ് നമ്മൾ ആർക്ക് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ജനറേറ്ററാണ് നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾവേസ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റർ ക്യുമുലേറ്റീവും ഉണ്ട്, ഡിഫറൻഷ്യലും ഉണ്ട്. അതിനകത്ത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? വെൽഡിംഗ്, DC വെൽഡിംഗ് അല്ലെങ്കിൽ ആർക്ക് വെൽഡിംഗ് ചോദിച്ചു കഴിഞ്ഞാലും യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഇസ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്സ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ. ഹിസ്റ്റെറിസിസ് ലോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഹിസ്റ്റെറിസിസ് ലോസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹിസ്റ്റെറിസിസ് ലോസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? ഡിപ്പെൻഡ്സ് അപ്പോൺ അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഹിസ്റ്റെറിസിസ് ലോസ് ഇസ് ഈക്വൽ ടു ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു b raised to 1.6 into f into v. b എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, BM. ഓക്കെ, ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഫ്രീക്വൻസി ആണ്, വി വോളിയം ആണ് അല്ലേ. സോ ഓപ്ഷൻ തന്നിരിക്കുന്നത് വോളിയം, പിന്നെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്രീക്വൻസി, ഓൾ ഓഫ് ദിസ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വോളിയം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. Okay, so next question, interpoles are wound with. Interpoles പറഞ്ഞു, നമ്മുടെ മെയിൻ പോൾസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇൻ്റർപോളാർ ഏരിയയിൽ നമ്മൾ വൈൻഡ് ചെയ്യുന്ന കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൈൻഡ് ചെയ്യുന്ന പോൾസാണ് ഇൻ്റർപോൾസ്. അത് എങ്ങനെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഇറ്റ് ഈസ് വൗണ്ട് വിത്ത് ഹെവി ഗേജ് കോപ്പർ വയർ. ആൻസർ ഇസ് ഓപ്ഷൻ എ, ഹെവി ഗേജ് കോപ്പർ വയർ. ഓക്കെ, interpoles are wound with heavy gauge copper wire. Our answer is option A. So next question. Okay, commutators are made up of. Commutators, DC generatorle commutator ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടങ്സ്റ്റൺ, കോപ്പർ, കാസ്റ്റ് അയൺ, മൈക്ക. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, കോപ്പർ. കോപ്പർ കമ്മ്യൂട്ടേറ്റേഴ്സും അതിൻ്റെ ഇടയിൽ നമ്മൾ വയ്ക്കുന്ന ഇൻസുലേഷൻ മൈക്ക ഇൻസുലേഷനാണ്. ഓക്കെ, കോപ്പർ കമ്മ്യൂട്ടേറ്റേഴ്സ്. ഓക്കെ, so next question, which one of the material is used for brushes? Brushes ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കാർബൺ, മൈക്ക, ബ്രാസ്, സിലിക്കൺ, സ്റ്റീൽ. സോ ബ്രഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. യൂഷ്വലി നമ്മൾ കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ റേറ്റിംഗ് ഉള്ള മെഷീൻസിൽ നമ്മൾ കോപ്പർ ബ്രഷസ്, കോപ്പർ കാർബൺ ബ്രഷസ് നമ്മൾ യൂസ് ചെയ്യും. ഹൈ കറണ്ട് റേറ്റിംഗ് ഉള്ള മെഷീൻസിൽ കോപ്പർ ബ്രഷസ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം നോർമലി നമുക്ക് ബ്രഷസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് കാർബൺ. സോ ഓപ്ഷൻ എ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 ആണോ, 90 ആണോ, 180 ആണോ, 180 ആണോ, 60 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റർ ഫീൽഡും റോട്ടർ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് സ്റ്റേറ്ററും റോട്ടറും? നമ്മൾ ആദ്യം നമുക്കൊരു മെയിൻ ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ മെയിൻ ഫീൽഡ് സ്റ്റേറ്ററിൻ്റെ ഫീൽഡാണത്. അത് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും എല്ലാം ഒരു UPF ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്ററിലുള്ള ഫീൽഡും റോട്ടറിലുള്ള ഫീൽഡും തമ്മിൽ, ഇതാണ് നമ്മുടെ ∅A ആർമേച്ചർ എങ്കിൽ നമ്മുടെ രണ്ട് ഫീൽഡും തമ്മിൽ ആംഗിൾ എത്രയാണ്? ഇറ്റ് ഇസ് 90 ഡിഗ്രി. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 90. ഓക്കെ, റോട്ടറിൽ 90 ഡിഗ്രി. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ EMFൻ്റെയും നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? E is equal to ഈസ് പ്രപ്പോർഷൻ ടു d∅/dt ആണ്. ഓക്കെ, അപ്പോൾ d∅/dt ആണ്. അപ്പോൾ സൈൻ ആണെങ്കിൽ EMF കോസ് ആയിരിക്കും, കോസ് ആണെങ്കിൽ EMF സൈൻ ആയിരിക്കും. സോ ഓൾവേസ് ദർ ഇസ് എ 90 ഡിഗ്രി ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫീൽഡ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എക്സ്റ്റേണൽ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തമ്മിലുള്ള റിലേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ക്യാര നമ്മുടെ ജനറേറ്ററിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്കാണ് പ്രധാനമായിട്ട് പഠിച്ചത്. OCC, ഇൻറ്റേർണൽ ക്യാര, എക്സ്റ്റേണൽ ക്യാര. എക്സ്റ്റേണൽ ക്യാര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടെർമിനൽ വോൾട്ടേജ് വേഴ്സസ് ലോഡ് കറണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, B വേഴ്സസ് I. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മെഷീൻ P നമ്പർ ഓഫ് പോൾസും N RPMൽ കറങ്ങുന്ന ഒരു മെഷീനുമാണ്. അതിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം F is equal to അല്ലെങ്കിൽ N is equal to സ്പീഡ് is equal to 120 into F/P, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന F ആണ്. സോ F is equal to NP/120. F is equal to
Np by 120, where N is the speed in RPM and P is the number of poles, F is the frequency. So the answer is option A. Option A. Okay, F is equal to Np by 120. Synchronous speed ഒക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് synchronous speed N is equal to 120 F by P എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ട ഒരു റിലേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ ലാമിനേഷൻ്റെ തിക്നെസ്. ഒരു ഡി സി മെഷീൻ ലാമിനേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു, അതിൻ്റെ കോറൊക്കെ ലാമിനേറ്റഡ് ആയിരിക്കും എഡി കറണ്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലാമിനേഷൻ്റെ തിക്നെസ് എത്രയാണെന്നാണ് ആൻസർ is option C, 0.5 mm. Thickness of lamination is 0.5 mm. Okay, option C. So next question is, എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്, Z is equal to 200 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് P is equal to 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ, EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ എത്രയാണ്? 2 ആണ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ EMF ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് EMF ജനറേറ്റഡ്. നമ്മുടെ E എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ EMF ജനറേറ്റഡ് പെർ പോൾ അല്ലേ? ഇതൊരു ലാപ്പ് ബൗണ്ട് മെഷീനാണ്. സോ നമ്മൾ കണ്ടുപിടിക്കുന്ന EMF എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ EMF ജനറേറ്റഡ് പെർ പാരലൽ പാത്ത്. ഓക്കെ, അപ്പോൾ ലാപ്പ് ബൗണ്ട് മെഷീനിലാകുമ്പോൾ E വിൽ ബി ഈക്വൽ ടു EMF പെർ കണ്ടക്ടർ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ. അതാകുമ്പോൾ നമുക്ക് ടോട്ടൽ EMF കിട്ടും. സോ ബൈ P. ഓക്കെ, സോ ദ ആൻസർ ഇസ് 2 into 200 by 4 is equal to 100 volt. So the answer is option A. സോ ഇതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കണ്ടക്ടറിൻ്റെ EMF 2 ആണെങ്കിൽ ടോട്ടൽ 200 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി 2 into 200 എന്നങ്ങ് ചെയ്യാനൊരു ടെൻഡൻസി വരും നമുക്ക്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, EMF ജനറേറ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ EMF പെർ പാരലൽ പാത്ത്. ഓക്കെ, ആ ഒരു പോയിന്റ് ആലോചിച്ച് വയ്ക്കുക, അപ്പോഴാണ് നമുക്ക് ഈ ബൈ P ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മ വരുള്ളൂ. ഓക്കെ, സോ ദ ആൻസർ ഇസ് 100 volt. ഓപ്ഷൻ A 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി സി ജനറേറ്ററിൽ ഡീമാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ഓഫ് ജനറേറ്റർ, റിഡക്ഷൻ ഇൻ ജനറേറ്റഡ് EMF, ആർമേച്ചർ ബിക്കംസ് ഷോർട്ട് സർക്യൂട്ടഡ്. എന്താണ് ഡീമാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലക്സ്, മെയിൻ ഫ്ലക്സ് എങ്കിൽ ഡീമാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, 5D അല്ലെങ്കിൽ 5AD. ആർമേച്ചർ റിയാക്ഷൻ്റെ ഡീമാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരും റെഡ്യൂസ് ആയിപ്പോവും. കാരണം നമ്മുടെ EMF ആണ് എന്തിന് ഈക്വൽ ആയിട്ടുള്ളത്? 75/60 into P by A. ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ EMFൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ C, റിഡക്ഷൻ ഇൻ ജനറേറ്റഡ് EMF. കാരണം ഫ്ലക്സ് റിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീമാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജനറേറ്റഡ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഷോർട്ട് ഷണ്ട് ജനറേറ്ററാണ് തന്നിരിക്കുന്നത്. ഷോർട്ട് ഷണ്ട് ജനറേറ്ററിൻ്റെ സീരീസ് ഫീൽഡ് ഏത് കറണ്ട് വെച്ചിട്ടാണ് എക്സൈറ്റഡ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഷണ്ടാണോ, ആർമേച്ചറാണോ, ലോഡാണോ, എക്സ്റ്റേണൽ, അങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം ഷോർട്ട് ഷണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആർമേച്ചർ എങ്കിൽ ഇതായിരിക്കും RSH എന്ന് പറഞ്ഞ ഷണ്ട് ഫീൽഡ്. ഇതാണ് നമ്മുടെ സീരീസ് ഫീൽഡ്, ഇതാണ് നമ്മുടെ ലോഡ്. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ഈ സീരീസ് ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ലോഡ് കറണ്ട്, ഇതാണ് നമ്മുടെ ISH, ഇതാണ് നമ്മുടെ ആർമേച്ചർ കറണ്ട്. ഓക്കെ, ഏത് കറണ്ടാണ് സീരീസ് ഫീൽഡിലെ കൂടെ ഫ്ലോ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ലോഡ് കറണ്ട് IL. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ലോഡ് കറണ്ട്. ഓപ്ഷൻ C, ലോഡ്, എക്സൈറ്റഡ് ബൈ ലോഡ് കറണ്ട്. ഇനി നമ്മുടെ ലോങ് ഷണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? നമ്മുടെ ഷണ്ട് ഇങ്ങനെയാണ് ഷണ്ട് വരിക അല്ലേ? സീരീസ് ആയിട്ടാണ്, ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഈ നമ്മുടെ സീരീസ് ഫീൽഡ് ലോങ് ഷണ്ടിൽ വരിക, ആർമേച്ചറിന് സീരീസ് ആയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആർമേച്ചർ കറണ്ട് തന്നെയാണ് സീരീസ് ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് ആർമേച്ചർ കറണ്ടാണ് ആരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? സീരീസ് ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഷോർട്ട് ഷണ്ടിലാകുമ്പോഴത് ലോഡ് കറണ്ടാണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ഫ്ലക്സ് ഫൈഎമ്മിൽ ആർമേച്ചർ റിയാക്ഷൻ എന്തൊക്കെ എഫക്റ്റുകളാണ് ഉണ്ടാക്കുക? ആർമേച്ചർ റിയാക്ഷൻ മെയിൻ ഫ്ലക്സിൽ 2 എഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ക്രോസ് ഡീമാഗ്നറ്റൈസേഷനും പിന്നൊന്ന് ക്രോസ് മാഗ്നറ്റൈസേഷനും.
ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ആണ്. ഒന്ന് 5D അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യും, 5C അതിനെ ക്രോസ് മാഗ്നറ്റൈസ് ചെയ്യും. ഓക്കെ, അപ്പം ഓപ്ഷൻസ് റെഡ്യൂസസ് ഇറ്റ് ആൻഡ് ഡിസ്റ്റോർട്ടഡ്. റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമാഗ്നറ്റൈസേഷൻ ഇഫക്റ്റ്, ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ഇഫക്റ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി, അതായത് ക്രോസ് മാഗ്നറ്റൈസേഷനും ഡിസ്റ്റോർഷനും സംഭവിക്കും, അതോടൊപ്പം തന്നെ ഡീമാഗ്നറ്റൈസേഷൻ അഥവാ റിഡക്ഷനും സംഭവിക്കും. ആർമേച്ചർ റിയാക്ഷൻ്റെ 2 എഫക്ട്സ്. ഓക്കെ, നമ്മൾ ഇൻറ്റർപോൾസിൻ്റെ കാര്യം കുറച്ച് നേരത്തെ നോക്കിയതാണ്. ഇൻറ്റർപോൾസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് എങ്ങനെയാണെന്ന്, ബിക്കോസ് ഇൻറ്റർപോൾസ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഓഫ് എ DC മെഷീൻ. അത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? റിയാക്റ്റൻസ് വോൾട്ടേജ് ആണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇൻറ്റർപോൾസ് എന്താ ചെയ്യുന്നത്? ഇൻറ്റർപോൾസ് ചെയ്യുന്നത് ഒരു കൗണ്ടർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്, സോ ദാറ്റ് ഈ റിയാക്റ്റൻസ് വോൾട്ടേജിനെ നമുക്ക് നള്ളിഫൈ ചെയ്ത് കളയാൻ പറ്റണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, a counter EMF is induced in the coil which is undergoing commutation. Okay, so answer is option D. Next one, ആർമേച്ചർ റിയാക്ഷൻ്റെ ആക്ച്വൽ കോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാക്കണതെന്ന്. അപ്പം ഇതിനകത്ത് ഫീൽഡ് കറണ്ട് ഉണ്ട്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഫീൽഡ് പോൾ വൈൻഡിങ് ഉണ്ട്, ലോഡ് കറണ്ട് ഇൻ ദ ആർമേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആർമേച്ചർ ഫ്ലക്സ് ആണെന്ന് നമുക്കറിയാം. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ് ആണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവുന്നത് ആർമേച്ചർ കണ്ടക്ടർ ആണോ ലോഡ് കറണ്ടിൻ്റെ ആർമേച്ചർ ആണോ എന്നുള്ളതാണ്. ആക്ച്വലി ആർമേച്ചർ അല്ല ആർമേച്ചർ റിയാക്ഷൻ ആക്ച്വലി ഉണ്ടാക്കുന്നത് അല്ലേ. എന്താണ് ഉണ്ടാക്കുന്നത്? ആർമേച്ചറിനകത്ത് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവുന്നു. അതായത് ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആർമേച്ചറിനകത്തെ കൂടെ ആർമേച്ചറിൽ എന്തുണ്ടാവുന്നത്? ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലോഡ് കറണ്ട് ഇൻ ദ ആർമേച്ചർ. ലോഡ് കറണ്ട് ഇൻ ആർമേച്ചർ. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് വാല്യൂ ഓഫ് ഐഡിയൽ വോൾട്ടേജ് റെഗുലേഷൻ? എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോ ലോഡ് വോൾട്ടേജും നമ്മുടെ ലോഡ് വോൾട്ടേജും തമ്മിലൊരു ഡിഫറൻസിനാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഒരു മെഷീനിന് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനിൻ്റെ ലോഡ് നമ്മളെടുത്ത് കളയാണ്, ഓട്ടോമാറ്റിക്കലി ആ മെഷീനിൽ എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് റൈസ് ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ലോഡ് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ലോഡ് ചെയ്യുമ്പം ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും, അപ്പോൾ എന്തുണ്ടാവും? I/R എന്ന് പറയുന്ന ഡ്രോപ്പ് ഉണ്ടാവും. ലോഡ് ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് വോൾട്ടേജിൽ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ വാല്യൂ എത്രയാണെന്ന്. നമുക്കൊരു ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെന്നാണ് നമ്മുടെ ഒരു ഐഡിയാലിറ്റി അല്ലേ. വോൾട്ടേജിൽ അതൊരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജിനൊരു ഒരു കോൺസ്റ്റൻറ്റ് ബിഹേവിയർ വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഒരു ഐഡിയൽ എന്ന് പറയുമ്പം എത്ര ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആ വോൾട്ടേജ് തരുന്ന വോൾട്ടേജ് വ്യത്യാസമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഐഡിയൽ കണ്ടീഷൻ. സോ ദ ഐഡിയൽ വാല്യൂ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ ഇസ് 0. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. 0 is the ideal value of voltage regulation. അതായത് ലോഡ് ചെയ്യുമ്പോഴും ആ വോൾട്ടേജിന് യാതൊരു റിഡക്ഷനും സംഭവിക്കരുത് ഐഡിയലി. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മുടെ ഒരു DC ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബേസിക്കലി എന്ത് ടൈപ്പ് ആയിരിക്കണമെന്ന്, ക്ലോസ്ഡ് ആയിരിക്കണോ, ലാപ്പ് ആയിരിക്കണോ, വേവ് ആയിരിക്കണോ. നമുക്കിപ്പോൾ ലാപ്പ് ആവണം വേവ് ആവണം എന്നുള്ളത് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ചിലപ്പോൾ ലാപ്പ് ആവാം. നമ്മുടെ പർപ്പസ് എന്താണെന്നനുസരിച്ച് ലാപ്പ് വൈൻഡിങ് ആക്കാം, വേവ് വൈൻഡിങ് ആക്കാം, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഫ്രോഗ് ലെഗ് വൈൻഡിങ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു DC വൈൻഡിങ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഫോർമോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ക്ലോസ്ഡ്. AC മെഷീൻ ആണെങ്കിൽ വിൽ ഗോ ഫോർ ഓപ്പൺ ടൈപ്പ് ഓഫ് വൈൻഡിങ്, ആൻഡ് DC മെഷീൻ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് വൈൻഡിങ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക ഒരു മെഷീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീൽഡ് വൈൻഡിങ്ങിൽ നമ്മൾ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഫീൽഡ് റെസിസ്റ്റൻസ് കൂടും അല്ലേ. ഫീൽഡ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യും. ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യും. എന്ത് റെഡ്യൂസ് ചെയ്യും? ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ E = Zn5/60 into P/A. സോ ഈ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി EMF റെഡ്യൂസ് ചെയ്യും. ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഡിക്രീസസ് ഇറ്റ്സ് സ്പീഡ്, ഇൻക്രീസസ് ഇറ്റ്സ് സ്പീഡ്, ഡിക്രീസസ് ഇറ്റ്സ് EMF, ഇൻക്രീസസ് ഇറ്റ്സ് EMF. സ്പീഡിൻ്റെ കാര്യം EMFിൻ്റെ കാര്യം രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മോട്ടർ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഫ്ലക്സ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഒരു സ്പീഡ് കൺട്രോൾ മെക്കാനിസമാണ്. അപ്പോൾ മോട്ടർ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ജനറേറ്റർ നമ്മളായിട്ട് പ്രൈമർ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. അവിടെ നമുക്ക്
ഫീൽഡിലുള്ള ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇറ്റ് ഡിക്രീസസ് ദ ഇ എം എഫ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മോട്ടർ കൂടെ പഠിച്ച് കഴിയുമ്പോഴാണ് മോട്ടറിൻ്റെ കേസിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, അതും ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇ എം എഫ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ ഇക്വേഷൻ ആലോചിക്കുക, E is equal to Z5/60 into P/A. So automatically direct relation is with what? It's with speed. So the answer is option C. Okay, so next question. റെസിജ്വൽ മാഗ്നറ്റിസം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള റെസിജ്വൽ മാഗ്നറ്റിസം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. എപ്പോഴാണ് ലോസ് ആയി പോകുന്നത്? ആൻസർ ഇസ് മാഗ്നറ്റിസം ലോസ് ആവുന്നതിന് ഹീറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയൻ ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വെൻ യു ഹീറ്റ് എ മെഷീൻ, റെസിജ്വൽ മാഗ്നറ്റിസം നമുക്ക് ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹീറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഷിഫ്റ്റിംഗ് MNA? നമ്മൾ എന്തിനാണ് ആർമേച്ചർ റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ ആർമേച്ചർ ഫ്ലെക്സ് കാരണം നമ്മുടെ മെയിൻ ഫ്ലെക്സിൽ എഫക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു ഷിഫ്റ്റ് ദ ബ്രഷസ് അല്ലേ. ബ്രഷസ് നമ്മുടെ ജോമെട്രിക് ന്യൂട്രൽ ആക്സിസിന് ബ്രഷ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലേക്ക് നമ്മൾ ബ്രഷ് ഷിഫ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഓൾവേസ് ടു അവോയ്ഡ് സ്പാർക്കിംഗ്. ഓക്കെ, സ്പാർക്കിംഗ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ആക്സിസിലേക്ക് നമ്മുടെ ബ്രഷസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ടു അവോയ്ഡ് സ്പാർക്കിംഗ്. അവോയ്ഡ് സ്പാർക്കിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി. എപ്പോഴാണോ ഡി സി ജനറേറ്റർ മാക്സിമം എഫിഷ്യൻസിയിൽ റൺ ചെയ്യുന്നത്? എഫിഷ്യൻസി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം എഫിഷ്യൻസിയിൽ റൺ ചെയ്യുന്നത് എപ്പോഴെപ്പോഴാണ്? വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് ആകുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആർമേച്ചർ കോപ്പർ ലോസ് ആണ് നമ്മുടെ വേരിയബിൾ ലോസ്. ഓപ്ഷൻ ഡി, ആർമേച്ചർ കോപ്പർ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? എപ്പോഴാണോ ആർമേച്ചർ കോപ്പർ ലോസ് കോൺസ്റ്റന്റ് ലോസിന് ഈക്വൽ ആവുന്നത് ആ പോയിന്റിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. കോപ്പർ ലോസ് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് എത്തുന്നവരെ കോപ്പർ ലോസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് കോപ്പർ ലോസും വേരി ചെയ്യും. അപ്പം ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആദ്യം കറണ്ട് കൂടുമ്പോൾ കോപ്പർ ലോസ് കൂടുകയാണ്. ഏതോ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? കോൺസ്റ്റന്റ് ലോസിന് ഈക്വൽ ആവും. അവിടെ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇത് പല രീതിയിൽ ചോദിക്കാം. കോപ്പർ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആലോചിക്കുക, വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും കോപ്പർ ലോസ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പാരലലിംഗ്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ദ കേസ് ഓഫ് സീരീസ് അതേപോലെ തന്നെ ഷണ്ട് ജനറേറ്റർ, സീരീസ് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ. ഓക്കെ, സ്റ്റേബിൾ ആയിട്ട് പാരലൽ ഓപ്പറേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഏതിലൊക്കെയാണ്? സീരീസിൽ നമ്മൾ, അതേപോലെ തന്നെ കോമ്പൗണ്ടിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൾട്ടർനേറ്റേഴ്സിലാണോ, ഷണ്ട് ജനറേറ്റേഴ്സിലാണോ, കോമ്പൗണ്ട് ജനറേറ്റേഴ്സിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സീരീസ് ഇവിടെ തന്നിട്ടില്ല. സോ തന്നിരിക്കുന്നത് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ്. സോ നമ്മൾ ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഏതിലാണ്? കോമ്പൗണ്ട് ജനറേറ്റേഴ്സിലാണ്. ഓപ്ഷൻ സി ഫോർ ദ സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. OCCക്ക് വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻറ്റേർണൽ ആണോ, എക്സ്റ്റേണൽ ആണോ, നോ ലോഡ് സാച്ചുറേഷൻ ആണോ, പെർഫോമൻസ് ആണോ. അപ്പോൾ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് കാര നോക്കി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് വേറൊരു പേര്, ഇറ്റ്സ് നോ ലോഡ് സാച്ചുറേഷൻ കാര. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, നോ ലോഡ് സാച്ചുറേഷൻ കാര. ഓക്കെ, തന്നിട്ടുണ്ട് ആർമേച്ചർ കറണ്ട് I ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു P പോൾസിലൊരു മെഷീനാണ്, ലാപ്പ് പൗണ്ട് മെഷീനാണ്. അപ്പോൾ ഒരു പാരലൽ പാത്തിലേക്ക് കൂടിയുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ലാപ്പ് എങ്ങനെയാണെന്ന് വരച്ച് കാണിച്ചു തന്നു. അപ്പം I എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ടെങ്കിൽ എത്ര പാരലൽ പാത്ത് ഉണ്ടോ അത്രയും പാർട്സ് ആയിട്ട് നമ്മൾ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ കറണ്ട് പെർ പാരലൽ പാത്ത് വിൽ ബി ഈക്വൽ ടു IA/P. Okay, if IA is the total armature current. So the answer is option B, IA/P. Okay, so next question is,
ഒരു ഡി സി ജനറേറ്ററാണ്, അതിൻ്റെ ഇൻ്റർപോൾസിൻ്റെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇൻ്റർപോൾസ് എന്തിനു വേണ്ടിയിട്ട് വൈൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് നമ്മുടെ ഏത് കോയിലാണോ കമ്മ്യൂട്ടേഷൻ ഹാപ്പൻ ചെയ്യുന്നത് ആ കോയിലിനകത്ത് ഉണ്ടാകുന്ന റിയാക്ടൻസ് വോൾട്ടേജിന് ഓപ്പോസ് ചെയ്യണം നമുക്ക്, അല്ലേ. അപ്പോൾ നമുക്കൊരു കോയിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പോളിൻ്റെ അണ്ടറിലാണ് ആ കോയിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിനെ നള്ളിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിങ് എഫക്റ്റ് നമ്മൾ കൊടുക്കണം, അല്ലേ. അപ്പോൾ നമ്മുടെ പോൾസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻ്റർപോൾസ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസ് വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കണം? ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കണം. അപ്പോൾ നോർത്ത് പോളിൻ്റെ അണ്ടറിലുള്ള ഒരു കണ്ടക്ടറിൻ്റെ റിയാക്ടൻസ് വോൾട്ടേജിനെ നള്ളിഫൈ ചെയ്യണമെങ്കിൽ ഒരു സൗത്ത് പോൾ എഫക്റ്റ് ആയിരിക്കണം ആർക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഇൻ്റർപോൾസിന് ഉണ്ടായിരിക്കേണ്ടത്, അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർപോൾസ് വൈൻഡ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത പോളിൻ്റെ പൊളാരിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, സെയിം ആസ് ദ മെയിൻ പോൾ അഹെഡ്. തൊട്ടടുത്ത് വരാൻ പോകുന്ന പോളിൻ്റെ പൊളാരിറ്റിയിലായിരിക്കും നമ്മുടെ ഇൻ്റർപോൾസ് വൈൻഡ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റിയാക്ടൻസ് വോൾട്ടേജിന് നള്ളിഫൈ ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർപോൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊളാരിറ്റി ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കണം. തൊട്ട് മുന്നേ വരാൻ പോകുന്നത് നമ്മുടെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന പോൾ എന്താണോ അതിൻ്റെ പൊളാരിറ്റിയിലായിരിക്കണം നമ്മൾ വൈൻഡ് ചെയ്തിരിക്കേണ്ടത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എഫിഷ്യൻസി. നോക്കിയപ്പോൾ നമ്മൾ നോക്കിയതാണ് നമുക്ക് ഒരു മെഷീൻ നമ്മുടെ ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ എഫിഷ്യൻസീനെ പറയാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ജനറേറ്ററിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ആദ്യം നമ്മൾ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ ആർമേച്ചർ നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവണം? ആർമേച്ചറിനകത്ത് ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പം ഇവിടെ ഒരു റൊട്ടേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ മെക്കാനിക്കൽ ലോസസ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് മൈനസ് ഈ മെക്കാനിക്കൽ ലോസാണ് നമ്മുടെ ആർമേച്ചറിന് കിട്ടുന്ന സപ്ലൈ. അവിടെ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? ആർമേച്ചറിൽ കോപ്പർ ലോസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്? വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലേ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇത് എ, ഇത് ബി, ഇത് സി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസിനെ ബി ബൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ സി ബൈ ബിനെ നമ്മൾ എന്ത് വിളിക്കും? ഇത് മെക്കാനിക്കൽ എഫിഷ്യൻസി ആണെങ്കിൽ സി ബൈ ബിനെ നമ്മൾ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് വിളിക്കും. ഓക്കെ, എഫിഷ്യൻസി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ അതേപോലെ തന്നെ ലോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ലോസ് എപ്പോഴും കോപ്പർ ലോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ എഫിഷ്യൻസി ആയിരിക്കും കുറയുക കമ്പയർഡ് ടു മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ ലോസസ് വിൽ ബി ലെസ് കമ്പയർഡ് ടു കോപ്പർ ലോസ്. അത് ഏതൊരു മെഷീനിലും ഏറ്റവും ഹയർ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ലോസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ ലോസ് തന്നെയാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇസ് മോർ ദാൻ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി. എഫിഷ്യൻസി നീറ്റ മെക്കാനിക്കൽ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി. ആൻഡ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഇലക്ട്രിക്കൽ efficiency. Okay, so next question. ഓക്കെ, അപ്പം ഏത് വോൾട്ടേജിൻ്റെ ഏത് ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജാണ് ലോഡും അനുസരിച്ച് ഏറ്റവും കൂടുതൽ വേരി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ലോഡ് അനുസരിച്ച് വേരി ചെയ്യുക എന്ന് പറയുമ്പോൾ സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഷണ്ട് ജനറേറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റർ. സീരീസ് ആകുമ്പോഴോ സീരീസ് ലോഡുമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നത്. ലോഡ് 0 ആകുമ്പോൾ വോൾട്ടേജ് 0യും ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് ഏതിലാണ്? സീരീസ് ജനറേറ്ററിലാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. സീരീസ് ജനറേറ്റർ ഒരു റൈസിങ് വോൾട്ടേജ് ക്യാരി ഉള്ള ഒരു ജനറേറ്ററാണ്. ഷണ്ട് ജനറേറ്റർ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ്, ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം കാണിക്കുന്നൊരു ചെറിയൊരു സ്ലൈറ്റ് ഡിക്രീസ് മാത്രമേ ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ സീരീസ് ആൻഡ് ഷണ്ട് ആയിരിക്കും.